പല കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ബലിപീഠം തകർന്നു കിടക്കുകയാണ്. എങ്ങനെയാണ് ബലിപീഠം തകർന്നു കിടക്കുന്നതെന്ന് അറിയാമോ? കുടുംബ പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, ദൈവത്തെക്കുറിച്ചുള്ള സംസാരങ്ങളില്ല, ദൈവകാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല, കർത്താവുമായി ബന്ധപ്പെട്ട ചർച്ചകളില്ല. ഇങ്ങനെയാണ് കുടുംബങ്ങളിൽ കർത്താവിൻ്റെ ബലിപീഠം തകർന്നു കിടക്കുന്നത്. ഈ അവസ്ഥയിൽ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ബലിപീഠത്തിൻ്റെ കേടുപോക്കി. അതിന് അദ്ദേഹം പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്തു. 12 ഗോത്രങ്ങളുടെ പ്രതീകമായി 12 കല്ലെടുത്തു. അതിന് വളരെ പ്രാധാന്യമുണ്ട് ഇവിടെ. കാരണം എന്തെന്നറിയാമോ? ഇപ്പോൾ രാജ്യം ഒന്നല്ല, 2ആണ്. ഇസ്രായേൽ എന്ന 10 ഗോത്രങ്ങളുടെ രാജ്യവും യൂദയ എന്ന 2 ഗോത്രങ്ങളുടെ രാജ്യവും. ഇവർ തമ്മിൽ ശത്രുതയുണ്ട്. ഇവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലുകൾ അധികമൊന്നുമില്ല. ഏലിയ ചെയ്യുന്നത്, സഹോദരന്മാർ ഭിന്നിച്ച് കഴിയുമ്പോൾ, ഒരേ രക്തത്തിൽ പിറന്നവർ തമ്മിലടിക്കുമ്പോൾ, വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും കുടിപ്പകയുടെയും പ്രതികാരത്തിൻ്റെയും പൈശാചിക ഭാവങ്ങൾ അന്തരീക്ഷത്തിൽ കലിതുള്ളി ആടുന്ന സമയത്ത് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹം സമാധാനത്തിൻ്റെ, ക്ഷമയുടെ, ഒരുമയുടെ, ഐക്യത്തിൻ്റെ, യോജിപ്പിൻ്റെ അടയാളമായി 12 കല്ലെടുത്ത് ബലിപീഠം പണിയുന്നു. നമ്മളെല്ലാ കുർബാനയിലും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ, സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള ആഹ്വാനം. ഈശോ പറഞ്ഞ നമുക്കറിയാവുന്ന വചനമില്ലേ? നീ ബലിയർപ്പിക്കാൻ ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി രമ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കുക. അപ്പോൾ അതാണ് ഏലിയ ഇവിടെ ഈ 12 കല്ലുകൾ എടുക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ വ്യാഖ്യാനം. മൂന്നാമതായിട്ട് ഏലിയ ചെയ്യുന്നത്, അദ്ദേഹം മാനുഷികമായി അവിടെ എന്തെങ്കിലും മനുഷ്യൻ ചെയ്തു എന്ന തോന്നലുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്യുകയാണ്. അതിന് അദ്ദേഹം ചെയ്തത്, വെള്ളം എടുത്ത് ആ ബലിപീഠം മുഴുവൻ ഒഴിച്ച് വെള്ളം ചാല് ഇങ്ങനെ ഒഴുകി പോകുന്ന വിധത്തിൽ അദ്ദേഹം ബലിപീഠം മുഴുവൻ വെള്ളം ഒഴിച്ച് നനച്ച് കുതിർത്തു. എന്തിനാണ് ഏലിയ അങ്ങനെ ചെയ്തതെന്നറിയാമോ? ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങുമ്പോൾ ആരും പറയാൻ പാടില്ല ഈ തീ തന്നെ കത്തിയതാണ്, ഈ മലമുകളിൽ വിറകൊരഞ്ഞ് കത്തിയതാണ്, കല്ലൊരഞ്ഞ് കത്തിയതാണ് എന്ന് പറയാൻ പാടില്ല. ഇത് ദൈവം തന്നെയാണ് അവിടെ വരുന്നത് എന്ന ആ സൂപ്പർനാച്ചുറലായ ഒരു അനുഭവം ഉണ്ടാവുന്നത് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം വെള്ളം ഒഴിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഏലിയായുടെ വിശ്വാസം കൂടിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരിക്കലും സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ബലിവസ്തു ദഹിപ്പിക്കില്ല എന്ന് വിശ്വസിക്കുന്ന, അത്രയും ദൈവത്തെ വിശ്വസിക്കാത്തൊരു ജനം, അത്രയും ദൈവത്തെ തള്ളിപ്പറയുന്നൊരു ജനം, എത്ര വിളിച്ചാലും ദൈവം വരുത്തില്ല എന്ന് വിചാരിക്കുന്നൊരു ജനം, അവരുടെ നടുവിൽ അദ്ദേഹം ഈ വെള്ളം, കുടം കണക്കിന് വെള്ളം കൊണ്ടുവന്ന് ബലിപീഠത്തിൽ ഒഴിക്കുന്നത് അദ്ദേഹത്തിന് ഉറപ്പാണ്. ഇത് മുഴുവൻ നദി പോലെ വെള്ളം ഒഴുകിയാലും അതിന് മീതെ ഒരു തീ കത്തിക്കാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് പറ്റും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ദൈവത്തിലുള്ള ആ പൂർണ്ണമായ ശരണമാണത്. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ അത്രയും ആഴമായ വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവ് എൻ്റെ നീറുന്ന ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുക തന്നെ ചെയ്യും. ഇനി ലോകം എന്തെല്ലാം പറഞ്ഞാലും, മനുഷ്യരെത്ര കളിയാക്കിയാലും, ഞാൻ ഈ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മനുഷ്യൻ പുച്ഛിച്ച് തള്ളിയാലും ദൈവം പ്രവർത്തിച്ചിരിക്കും എന്ന ആ ആഴത്തിലുള്ള വിശ്വാസമാണ് ഇവിടെ ഏലിയായിലൂടെ പ്രകടമാകുന്നത്. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഈ ചാല് കീറി അവിടെ വെള്ളം ഒഴുക്കി, എന്നിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മനോഹരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇതാണ്: അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിൻ്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പന അനുസരിച്ചാണ് ഞാനിത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ഏലിയായ്ക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാവണം, ദൈവം മഹത്വപ്പെടണം, കർത്താവിൻ്റെ നാമം അറിയപ്പെടണം. വേറെ ഒരു ഇൻറ്റൻഷൻ അദ്ദേഹത്തിനില്ല. ഹിസ് ഓൺലി ഇൻറ്റൻഷൻ വാസ് ടു ഗ്ലോറിഫൈ ദ നെയിം ഓഫ് ദ ലോർഡ്.
അവിടെയാണ് ദൈവമഹത്വം നമ്മൾ അന്വേഷിക്കുന്നിടത്താണ് കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി വരുന്നത്. നമ്മുടെ മഹത്വം അന്വേഷിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങില്ല. നമ്മൾ ദൈവമഹത്വം അന്വേഷിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ തീ ഇറങ്ങി വരും. അങ്ങനെ അത് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് ഉത്തരമരുളണമേ എന്നാണ് സഭാ ആരാധനയിൽ ഈ ഏലിയായുടെ പ്രാർത്ഥന. യഥാർത്ഥത്തിൽ ആൻസർ മീ ഓ ലോർഡ് എന്നാണ്. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ, കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. അവിടെയാണ് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരുന്നത്. അങ്ങനെ ആ അഗ്നി ഇറങ്ങി വന്ന് വലിയ ഒരു അഭിഷേകം അവിടെ വെളിപ്പെട്ട്, അവിടെ ബാലിൻ്റെ പ്രവാചകന്മാർ കൊല്ലപ്പെട്ട്, അവിടെ സത്യവിശ്വാസത്തിലേക്ക് ജനം മടങ്ങി വരുന്നത് നമ്മൾ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഏലിയായുടെ ഈ ഭാഗം, ഏലിയ അർപ്പിച്ച ബലി ചിന്തിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ കുർബാന അർപ്പണത്തിൽ ശരിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തന്നെയാണ് ഇറങ്ങി വരുന്നത്. കുർബാനയിൽ എപ്പിക്ലേസിസ് എന്നൊരു ഭാഗമുണ്ട്. അത് പരിശുദ്ധാത്മ ആവാസത്തിൻ്റെ ഭാഗമാണ്. എല്ലാ ആരാധനാക്രമത്തിലും അതുണ്ട്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ബലിവസ്തുക്കളുടെ മേൽ ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ആ ഭയാനകമായ ഭയഭക്തിജനകമായ സമയം ശ്രദ്ധയോടെ നിൽക്കാൻ ശുശ്രൂഷകൻ കുർബാനയിൽ ആവശ്യപ്പെടും. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയമാണ്. ആ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി ബലിവസ്തുക്കളെ സ്പർശിക്കുന്ന സമയമാണ്. നമ്മൾ ആ സമയത്തൊക്കെ ഒത്തിരി പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് നല്ല അനുഭവത്തോടെ പറയാൻ പറ്റും. അതായത് ആ സമയത്ത് നമുക്ക് പ്രകടമായി ദൈവത്തിൻ്റെ ആത്മാവ് വരുന്നത് അനുഭവിക്കാൻ പറ്റും. നമ്മൾ ആ ഹൃദയം തുറന്ന് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ. അനേകർ ആ സമയത്ത് ഈ എപ്പിക്ലേസിസിൻ്റെ സമയത്ത് കർത്താവേ നിൻ്റെ ആത്മാവ് ഇറങ്ങി വരണം എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്ന അനുഭവം അനേകം പേര് പങ്കുവച്ചിട്ടുണ്ട്. ആ നിമിഷം മുതൽ കുർബാനയിലെ അന്തരീക്ഷം മാറും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അത്രയും തീക്ഷ്ണതയോടുകൂടി ബലിയിൽ പങ്കെടുക്കാൻ ഇതൊരു പ്രേരണയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ചിന്തകൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഏലിയ 12 കല്ലെടുത്ത് ബലിപീഠം പണിതു എന്ന ഒരാശയം നമ്മൾ ചിന്തിച്ചു. അതിനോട് ചേർത്ത് നമ്മൾക്ക് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ബലിപീഠം പണിയേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത പല ആളുകൾക്കും ഉള്ളതായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക്, ഞാൻ പറഞ്ഞിരുന്നു ദൈവത്തിന് യഹോവയ്ക്ക് ബലിപീഠം പണിയണം, അതുപോലെ തന്നെ പിശാചിൻ്റെ ബലിപീഠം തകർക്കണം. പിശാചിൻ്റെ ബലിപീഠം തകർത്ത് എങ്ങനെയാണ് ദൈവത്തിന് ബലിപീഠം പണിയേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊരറിവ് വേണം. ഒരു 4 കാര്യങ്ങൾ അതിനകത്ത് ഉണ്ട്. നമ്മൾ ദൈവത്തിന് ബലിപീഠം പണിയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കുർബാനയ്ക്ക് പോവുക എന്നത് മാത്രമല്ല, ഒരു 4 കാര്യം ഉൾപ്പെടുന്നതാണത്. ഒന്നാമത്തേത് നമ്മുടെ കുടുംബത്തിലുള്ള കുടുംബ പ്രാർത്ഥന, ഫാമിലി പ്രെയർ. അത് ബലിപീഠം പണിയാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണത്. നമ്മുടെ ഭവനത്തിൽ കർത്താവിൻ്റെ ബലിപീഠം സ്ഥാപിക്കപ്പെടണമെങ്കിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തേത് നിശ്ചയമായും നമ്മൾ ദേവാലയങ്ങളിൽ ബലി അർപ്പിക്കാൻ പോകണം. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ കുടുംബത്തിൽ ബലിപീഠം പണിയാൻ. മൂന്നാമത്തേത് ഞായറാഴ്ച ആചരണം, അല്ലെ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഞാനതിനെക്കുറിച്ച് സമയമില്ലാത്തതുകൊണ്ടാണ് വിശദീകരിക്കാൻ. സാബത്ത് ആചരണം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ബൈബിളിൽ ഈ 70 വർഷം യഹൂദന്മാർ പ്രവാസത്തിൽ പോയതിൻ്റെ കാരണമായിട്ട് പറയുന്നത് അവർ സാബത്ത് ആചരിക്കാത്തതാണ് എന്നാണ്. നീ സാബത്ത് ആചരിക്കുന്നില്ലെങ്കിൽ നിൻ്റെ നഗരങ്ങൾക്ക് ഞാൻ തീ കൊളുത്തും എന്നൊക്കെ യെശയ്യായിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാബത്ത് ആചരണം നമ്മുടെ തിരക്കിട്ട ഒരു ജീവിതത്തിൽ ഇന്ന് പല ആളുകളും ഞായറാഴ്ച കുർബാന മുടക്കുന്നവരാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബലിപീഠം പണിയാൻ. നാലാമത്തേത് വിശ്വസ്തതയും വിശുദ്ധിയുമുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ സാത്താൻ അവിടെ ബലിപീഠം പണിയപ്പെടുന്നില്ല. ദൈവകൽപ്പനകൾ ആചരിക്കുമ്പോൾ തന്നെ ദൈവത്തിന് ബലിപീഠം പണിയുകയാണ്. വിശുദ്ധിയുള്ളൊരു ജീവിതം, വിശ്വസ്തതയുള്ളൊരു ജീവിതം കർത്താവിന് ബലിപീഠം പണിയുന്നതിന് തുല്യമാണ്.